ഇരിക്കുക, മുണ്ട് മാറ്റിയ മുണ്ടിയ. ഓക്കെ, സെൻസർ ആവരുതേ. സ്വാമിയെ കസ്റ്റമേഴ്സിലൊന്നും കാണാനില്ലല്ലോ. കൂടുതൽ ഞാൻ വേണ്ട. ശരിയാ. ആ കിണ്ടി എടുത്ത് തരിക. കിണ്ടിയോ? തന്റെ കുണ്ടിയല്ല, കിണ്ടി എടുത്ത് തരിക. കിണ്ടിയോ? സ്വാമി ഇന്നലെ ചെവി മറ്റേ അവിടെ പോയപ്പോഴേ ചെറിയൊരു പ്രശ്നമുണ്ട്. മാറി നാമം പറയാ, ചെവി അടിച്ചു പോണു. അതേ, കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ പ്രാർത്ഥിക്കുക. മന്തി തിന്നാൻ പറ്റാനും കൂടി പ്രാർത്ഥിക്കുക. മന്തിയോ ബിരിയാണി? അങ്ങനെ പറയണ്ടേ സ്വാമിയെ. ബിരിയാണി കിട്ടണേ സ്വാമി. ഇന്ന് കസ്റ്റമേഴ്സിനൊന്നും കാണാനില്ല. പിന്നെ വേറൊരു കാര്യം, ഈ കസ്റ്റമേഴ്സ് വരുമ്പോ ഈ വലിച്ച സംസാരം അടിക്കല്ലേ. ശരി, ഞാൻ പറയും. സ്വാമി കസ്റ്റമർ വന്നിരിക്കുക. വരിക, ഇരിക്ക. സമിതി നമസ്കാരം. ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാ പോണേ? സ്വാമി വണ്ടിയുണ്ട്, വണ്ടിയിലാ പോണേ. എന്ത് പറ്റി? അയ്യോ അതല്ല കുട്ടിയെ, ജീവിതമൊക്കെ എങ്ങനെ പോണേന്നാ ചോദിച്ചേ. നന്നായി പോണു. ഇവിടെ ഒന്ന് ഇരിക്കുക. ഞാനല്ലേ സ്വാമി, മാറി നിക്കുക. നിക്ക. പിന്നെ പറയ പ്രശ്നം. സോറി, പറയ. എന്താ പ്രശ്നം പറയ. കുട്ടികളില്ല. അത് ഇവിടെ അല്ലേ വരേണ്ട, ആശുപത്രിയിലാണ് പോകേണ്ടത്. സ്വാമി ഇങ്ങനെ പറയല്ലേ, ബിരിയാണിയാണ് ഇവിടെ ഇരിക്കുന്നത്. ബിരിയാണി. പിന്നെ ഭാര്യ എവിടെയാ? ഭാര്യ സിംഗപ്പൂർ. മോനെ ഇതെല്ലാം ഒന്ന് മനസ്സ് തുറന്നാൽ ശരിയാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ മനസ്സ് തുറക്കണം? അതിങ്ങനെ ആരടുത്തെങ്കിലും ഒന്ന് ചോദിക്ക. അടുത്ത ചോദിക്ക. കളിക്കണായിരുന്നു. തന്റെ പ്രശ്നം എന്താ? ശിങ്ങടിയല്ല, കുട്ടികളില്ല. അതിനുള്ള പരിഹാരം സ്വാമി പറയും. നാളും പേരും പറയുക. രോഹിണിയാണോ, അശ്വതിയാണോ, ശ്യാമളയാണോ? നീ വാടക്കിയ മൂലമാണോ? അശ്വതി. അശ്വതിയോ? സന്ധ്യയിലെ ഉച്ച. ഭാര്യയോടൊന്ന്. ഭാര്യ സിംഗപ്പൂരില. ചുമ്മല്ല, ഇതിന് തെളിയുന്നുണ്ട്. പിന്നെ അല്ല, ഭാര്യ വിളിക്കുക. രാത്രി സ്വാമി തരുന്ന നൂല് കെട്ടി അങ്ങ് ജപിച്ച് കിടന്നാ മതി, എല്ലാം ശരിയാവും. അല്ലേ സ്വാമിയെ? അതെ. ഒക്കെയുള്ള ദക്ഷിണ ഗൂഗിൾ പേ ഉണ്ട്, സ്കാനർ ഉണ്ട്, സ്കാൻ ചെയ്ത. നന്ദിയുണ്ടേ സ്വാമിയെ. അവൻ പൈസ അയച്ചാൽ നോക്കിയ സ്വാമിയെ. അവൻ 10 രൂപ അയച്ചു. വേണ്ട, നന്നായി വരുമല്ലേ? അടുത്ത കസ്റ്റമർ വരിക. സ്വാമി വലിയ പുള്ളി എന്നാ തോന്നുന്നത്. കണ്ടിട്ട് നല്ല പണക്കാരനാണെന്ന്. നമുക്ക് ഫുൾ മന്തി ആയിട്ടുള്ള പൈസ കിട്ടുമെന്ന് തോന്നുന്നു. ഐഫോൺ സ്വാമി, ഐഫോൺ സംഭവം ലക്ഷങ്ങൾ കിട്ടുന്ന പാർട്ടി കേട്ടാ. ചോദിച്ചങ്ങ് മേടിച്ചു. എന്താ വിഷയം പറയാ. എന്റെ ഭാര്യ ഒറ്റന്റെ കൂടെ പോയി. എന്തിനാ ഇവിടെ വന്ന്? കോടതി വെക്കൂടെ? അതല്ല സാമ്യമില്ലാത്ത പ്രശ്നം. പിന്നെ എന്തിയാ? എന്റെ ഭാര്യ ഒറ്റന്റെ കൂടെ ഒളിച്ചോടി. അടുത്ത ദിവസം തന്നെ അവള് മരിച്ചു. അപ്പൊ എന്താ പ്രശ്നം? അവളുടെ ആത്മാവിനെ ശല്യം ചെയ്യും. അയ്യോ, എന്താ പ്രേതത്തെ പേടിയാണോ? ഇല്ല, നമുക്ക് പേടിയെന്താന്നേ അറിയില്ല. പേരും നാളും പറയുക. രാജശേഖര റെഡ്ഡി. രാജശേഖര റെഡ്ഡിയും. നാള് പറയാ. രോഹിണി. രോഹിണി. അതേ, നാള് പറയില്ല കുട്ടിക്ക്. അപ്പൊ ഇപ്പൊ ഭാര്യയുടെ ശല്യം ഉണ്ടെന്നാണ് പറയാ. രോഹിണിയേ, അമ്മി, രോഹിണി. ശനിദോഷം കാണൂ. ശനി ഞാൻ നിന്റെ ചൊവ്വൽ എന്റെ വീട്ടിന്റെ മൂലഭാഗത്ത് കൊണ്ട് കുഴിച്ചിടുക.
അത് പിന്നെ ചെറിയ സ്വാമി. തന്റെ മുടി അല്ലടോ, വീടിന്റെ മൂലത്തിൽ. അല്ല, മൂലഭാഗത്തിൽ കുഴിച്ചിടുക. ഓക്കേ. ആ, പ്രാർത്ഥിച്ച് പൊക്കിയോളാ. ദക്ഷിണ ജീപേ ചെയ്താൽ മതി കേട്ടോ. ആ, നന്നായി വരിക. സ്വാമിയെ, അടുത്ത ആര് വന്നിരിക്കുക? ആ വിളിക്ക വരിക. ഇന്ദ്രിയ ഇരിക്കുക. പേരെന്താ? ചന്ദ്രബോസ്. അച്ഛൻ ബോസാണോ? ഈ കോമഡി എടുത്ത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. നാളെ രാവിലെ ചൂടാക്കി ഇരിക്കാം കേട്ടോ. ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ അത് പിന്നെ പറയാം. സ്വാമി ഇത്രോ പേടിപ്പിക്കണം. കടിക്കൂ. ഇത് മുട്ടയെ പ്രശ്നം. ഈ ഒരു മുട്ടയാണോ പ്രശ്നം? നമ്മളൊരു എന്ത് വീട്ടിൽ വന്നിട്ട് മുട്ട എടുത്ത് ഫ്രിഡ്ജിന്റെ അടി വെച്ചിട്ട് പോയി. കൂടോത്രം എന്താ പറയാമോ? നിങ്ങളോട് ശത്രുതയുള്ള ബന്ധുക്കൾ നിങ്ങൾക്ക് വേണ്ടി ചീന മുട്ട എടുത്ത് വെച്ചിട്ട് പോയി. എന്റെ മോന് ആക്സിഡന്റ് ആയി. മോൻ എത്ര വയസ്സാ? 7 വയസ്സ്. 7 വയസ്സുള്ള മോന് ആക്സിഡന്റ് ആയി. സൈക്കിള് വന്ന് വീണു. അതാണ് കേട്ടോ വലിയ ആക്സിഡന്റ്. നല്ല തീരുമാനമാണ് നോമിന്റെ അടുത്ത് വന്ന് കാണാൻ. അല്ല, നോമിന്റെ അടുത്ത് വന്ന് കാണാൻ. ആദ്യം പോയി പഠിയണോ ഈ ഭാഷ? ഞാൻ ഇല്ലാത്ത സമയം മോനാണെങ്കിൽ അത് മുട്ട എടുത്ത് ബുളിസ് അടിച്ച് തിന്നു. ആ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അത് വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഓ, ഒരു കാര്യം ചെയ്യാം, സ്വാമി ഒരു തീരുമാനം എടുക്കട്ടെ. പറയാം. ചിങ്കടിയാ, പെട്ടെന്ന് പറയാം, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഇതില് 4 നൂലുണ്ട്. ഇങ്ങനെ എഴുതിയാ സോറിയാ. ഈ 4 നൂലും വീട്ടിലുള്ള 4 പേര് കെട്ടി കിടന്നാണ്. കൊടുക്കുക. ഡേയ്, അമ്മേ. ചിങ്കടിയാ, ആ, ഇരിക്കുക. താനും തന്റെ മക്കളും നന്നായി. താനും തന്റെ ഭാര്യയും പിരിഞ്ഞു പോവില്ല. ഇങ്ങനത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ സൗണ്ട് ചെയ്തിട്ട് വിളിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടില്ല. ഇവിടെ എന്താ? കേട്ടോ, എന്തോ പ്രശ്നമുണ്ട്. അയ്യോ, വിളക്കണിഞ്ഞ് ഏതോ സ്ത്രീയുടെ ആ ശബ്ദം. അയ്യോ, എന്റെ കിട്ടി മതി.